ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ ഡ്രീംസ്. ഇന്നത്തെ വീഡിയോ ഫേബർ-കാസ്റ്റലിൻ്റെ ക്രാഫ്റ്റ് സിസേഴ്സിനെ പറ്റിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്രാഫ്റ്റിംഗ്, സ്ക്രാപ്പ് ബുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് ക്രാഫ്റ്റ് സിസേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പേപ്പർ പല രീതിയിൽ മുറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സിസേഴ്സ് യൂസ് ചെയ്യാം. 150 റുപ്പീസാണ് ഇതിൻ്റെ MRP വരുന്നത്. ഇതിനകത്ത് 4 ഡിസൈൻ കട്ട്സ് അവൈലബിൾ ആണ്. സിക്സാഗ്, സെമി സർക്കിൾ, റോയൽ, ബെൽ, അങ്ങനെ 4 ടൈപ്പ് കട്ട്സാണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഫേബർ-കാസ്റ്റലിൻ്റെ 4 ട്രെൻഡി കട്ട്സ് ഉള്ള ക്രാഫ്റ്റ് സിസേഴ്സ്. ഇതിനകത്ത് നമുക്ക് ഒരു സിസറാണ് മിഡിലിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ ഡിഫറെൻറ്റ് കട്ട്സിന് വേണ്ടിയിട്ടുള്ള ബ്ലേഡ്സ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. സിസറിനകത്ത് ഒരു റെഡ് കളർ ബ്ലേഡ് ഉണ്ട്. അത് ബെൽ എന്ന് പറയുന്ന ഒരു ഡിസൈൻ കട്ട് വരുത്തുന്ന രീതിയിലുള്ള ബ്ലേഡാണ്. അത് ഓൾറെഡി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡിസൈൻ കട്ടിന് 2 ബ്ലേഡാണുള്ളത്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഇടാനും ഒന്ന് റൈറ്റ് സൈഡിൽ ഇടാനും. അതായത് ബ്ലേഡ്സിനകത്ത് നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് പീസ് എടുത്തിട്ട് വേണം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കാൻ. അതുപോലെ റൈറ്റ് പീസ് നോക്കിയിട്ട് അത് റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിനകത്ത് ഇട്ടിരിക്കുന്ന ആ ബ്ലേഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ സിസർ വൈഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ പ്രസ് ചെയ്യുക, മുകളിൽ പുഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലേഡ് അതിനകത്തേക്ക് ഈസി ആയിട്ട് റിമൂവായി വരും. നമുക്ക് ബ്ലേഡ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. നേരത്തെ പോലെ തന്നെ നമ്മൾ സിസർ വൈഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലേഡ് നോക്കിയിട്ട് അത് എടുത്തിട്ട് നമ്മൾ ആ ബ്ലേഡ് ഇല്ലാത്ത വശം വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാൻ. നമ്മൾ ബ്ലേഡ് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഗ്രൂവ് മനസ്സിലാവും. അതിനുശേഷം ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അടുത്ത പീസ് അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേറൊരു ബ്ലേഡ് ഇതുപോലെ ഇട്ട് നോക്കാം. സെമി സർക്കിൾ എന്ന് പറഞ്ഞ ബ്ലേഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്കിനി ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എഡ്ജ്. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പല ഷേപ്പുള്ള പേപ്പേഴ്സ് നമുക്ക് ആവശ്യം വരും. അപ്പം നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്യാനും ഇങ്ങനെയുള്ള ഷേപ്പുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ബ്ലേഡ് ഇട്ട് കൊടുക്കാം. ബെൽ എന്ന് പറഞ്ഞ ഡിസൈനാണിത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണിതും. നെക്സ്റ്റ് നമുക്ക് സിക്സാഗ് എന്ന് പറഞ്ഞ ഡിസൈൻ നോക്കാം. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പം ഇതുപോലെ ഫോട്ടോസ് നമ്മൾ ഒട്ടിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ സൈഡ് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. ഞാനെടുത്ത പേപ്പറിൻ്റെ സൈഡ് വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് ആ സിസർ കറക്റ്റ് വയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ബ്ലേഡ് ഇട്ട് കൊടുക്കാം. റോയൽ എന്നാണ് ഈ ബ്ലേഡിൻ്റെ പേര്. ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിൻറ്റേജ് പേപ്പർ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാറുണ്ട്. അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണിത്. ഈ 4 പാറ്റേണിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതാണ്.
വിൻറ്റേജ് പേപ്പറിൽ നമ്മൾ മെസ്സേജ് എല്ലാം എഴുതി നമ്മൾ ഒട്ടിക്കുമ്പോൾ വളരെ ഭംഗിയാണ്. ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ. നമ്മളിപ്പം എല്ലാ ഡിസൈൻസും നമ്മൾ കട്ട് ചെയ്ത് നോക്കി. ക്രാഫ്റ്റ് ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ബൈ തന്നെയാണ്. പിന്നെ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് റെഡ് കളർ ബ്ലേഡ് ഞാൻ യൂസ് ചെയ്തപ്പം ഇടയ്ക്ക് അതൊന്ന് ലോക്കായി പോകുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പാടാണ്. അത് പിന്നെ നമ്മൾ ലോക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചത് ശരിയാക്കിയതിന് ശേഷമാണ് പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിനകത്ത് ഞാൻ കണ്ട ഒരു ഡീമെറിറ്റ്. ബാക്കി എല്ലാം കൊണ്ടും ഈ ഒരു സിസേഴ്സ് ശരിക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഇതിലേതാണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്ത് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.